ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച ആദായനികുതി വകുപ്പ് നടപടിക്കെതിരെ കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് CPIM. പിൻവലിച്ച തുക ഉപയോഗിക്കരുത് എന്നത് അസാധാരണ നടപടിയാണെന്ന് CPIM വിലയിരുത്തുന്നു. ഇഡിയും ആദായനികുതി വകുപ്പും CPIMനോട് ഗുണ്ടായിസം കാണിക്കുന്നുവെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ ഇരിങ്ങാലക്കുടയിലെത്തിച്ച് കരുവന്നൂർ വിഷയം കത്തിച്ച് വോട്ടാക്കി മാറ്റാനുള്ള നീക്കത്തിലാണ് BJP. കരുവന്നൂർ മുഖ്യപ്രചാരണ വിഷയമാക്കി കോൺഗ്രസും രംഗത്തെത്തിയതോടെയാണ് കോടതിയെ സമീപിച്ചുള്ള പ്രതിരോധത്തിന് CPIM തയ്യാറെടുക്കുന്നത്. ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചതിനു പുറമെ പിൻവലിച്ച തുക പോലും ഉപയോഗിക്കരുതെന്ന ആദായനികുതി വകുപ്പ് നിർദ്ദേശം അസാധാരണ നടപടിയെന്നാണ് CPIM വിലയിരുത്തൽ. കോടതിയിൽ കേന്ദ്ര ഏജൻസികൾക്ക് തിരിച്ചടിയുണ്ടായാൽ രാഷ്ട്രീയ വേട്ടയെന്ന CPIM നിലപാട് പൊതുജനമധ്യത്തിൽ ശരിവെക്കപ്പെടുമെന്നാണ് വിലയിരുത്തൽ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ആദായനികുതി വകുപ്പും CPIMനോട് ഗുണ്ടായിസം കാണിക്കുകയാണെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നിയമപരമായ കാര്യങ്ങളെല്ലാം വിട്ട് പാർട്ടിയെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. അത് നിയമപരമല്ല. നിയമപരമല്ലാതെ എല്ലാറ്റിനെയും നിയമപരമായി കൈകാര്യം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇതെല്ലാം തന്നെയാണ് പറഞ്ഞത്, എല്ലാം കൂടിയാണ്. പിന്നെന്താ സംശയം? ഞങ്ങൾക്കറിയാതെ എന്തെങ്കിലും ഇടപാടുണ്ടോ? എല്ലാം സുതാര്യല്ലേ? ഞങ്ങളിതെല്ലാം പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നില്ലേ കണക്കെല്ലാം? ഈ കണക്കെല്ലാം കൊടുത്തതല്ലേ? കരുവന്നൂരിൽ EDയെ CPIM ക്ഷണിച്ചു വരുത്തിയതാണെന്ന് K മുരളീധരൻ. അതിനിടെ കരുവന്നൂർ കേസിൽ CPIM ജില്ലാ സെക്രട്ടറി MM വർഗീസിനോടും PK ബിജുവിനോടും ചോദ്യം ചെയ്യലിനായി നാളെ EDക്ക് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.